ഗുരുനാഥോ സർവാപരാധങ്ങളും പുറത്ത് കാത്തുരക്ഷിക്കണേ ഗുരുനാഥ. നമ്മള് തമ്മിൽ കണ്ടിട്ട് 2 ആഴ്ച ആയില്ലേ ഗുരുനാഥ. എനിക്കതങ്ങോട്ട് സഹിക്കാനേ പറ്റണില്ല. കണ്ടില്ലേ, അതുകൊണ്ടല്ലേ ഈ സങ്കടവും സന്തോഷവും ഒക്കെ. എന്താടോ മിഴിച്ചു നിൽക്കണേ, അതൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തു വെക്ക. എന്തൊക്കെയാടോ ഈ കൊണ്ടുവന്നിരിക്കണേ? ദക്ഷിണ അങ്ങോട്ട് ഇരിക്ക. കരിങ്കല്ലിൽ പുളിമുട്ടി കൊണ്ടും വലന്തല തളർത്തിയിട്ട ചെണ്ടയിൽ കോലുകൊണ്ടും കൊട്ടാൻ പഠിപ്പിച്ച് എന്നെ ഈ നിലയിലെത്തിച്ച് എന്റെ ഗുരുനാഥനുള്ള ദക്ഷിണ. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അരിയും സാധനങ്ങളും ദക്ഷിണയായിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് കഴിയണം. അല്ലാണ്ട് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് എന്താ? എന്താടി നിന്റെ മുഖത്തൊരു മ്ലാനത? ഇട്ടോന്നെ കുമാരാ, അതിങ്ങനെ എടുത്ത്. നീ ചോദിച്ചൊക്കെ ഉണ്ട്. സാരി ഉണ്ട്, ബ്ലൗസ് ഉണ്ട്, പാവാട ഉണ്ട്, പിന്നെ എന്തൊക്കെയോ കുന്ത്രാണ്ടങ്ങളൊക്കെ. പിന്നെ അതിലുള്ളി ഉണ്ട്, വലിയ ഉള്ളി. അതിലൊരു 4-5 എണ്ണം കൂടെ എടുത്ത് ഒരു പലകമ്മല വെച്ചൊരു കത്തിയെടുത്ത് അരിയ. എന്നിട്ട് ഒരു ചെറുനാരങ്ങ എടുത്ത് 2ആയിട്ട് മുറിച്ച് അതിൽ പിഴിഞ്ഞൊഴിക്കുക. ഒരു ഉള്ളു ഉപ്പ് എന്നിട്ട് ഒന്ന് ഉഷാറാക്കുവാസോ നീയെ. എന്താണ് മാരാരെ നോക്കി നിൽക്കാതെ ഒന്ന് ഉത്സാഹിക്കും നിങ്ങള്. തുടങ്ങിയതല്ലേ ഉത്സാഹം. ഇവിടെ ഉത്സാഹം. എങ്ങനെയുണ്ട് ഗുരുനാഥ? എന്റെ കുണ്ടൽ എനിക്ക് കത്തിപ്പോയി. മലമക്കാവ് പൂരം കഴിഞ്ഞു വരുന്ന വഴിക്ക് ഒരാരാധകന്റെ സമ്മാന. കുമാരാ, ലേശം അടിച്ചോളൂ. എനിക്ക് വേണ്ട അച്ഛനെ. കേട്ടിട്ടില്ല കുമാര, മദ്യം വിദ്യാന ഭൂഷണം. അത് വിദ്വാന്മാർക്കുള്ളതാണ് വാസു. നീ നിർബന്ധിക്കണ്ട, അവൻ കുടിക്കില്ല. കുമാര, നീ അകത്ത് പോയിട്ട് ആ വെജിറ്റബിൾ സാലഡ് ഇങ്ങനെ എടുത്തിട്ട് വന്നേ വേഗം. എന്താടോ കിട്ടന്മാരെ, തനിക്കൊരു ആലസ്യം ഒഴിച്ചങ്ങനെ കുടിക്കണോ? തന്നെ വേണം. കഞ്ചാവി ആരെങ്കിലും കാണണം, ആശാൻ അറിയണം, എങ്കിൽ ഞാൻ രക്ഷപ്പെടും. എന്നോട് മിണ്ടണ്ട. എത്ര ദിവസം ഇവിടുന്ന് പോയിട്ട്? ദേവേട്ടന്റെ കൂടെ ഇറങ്ങി തിരിച്ചുള്ള കാര്യം നിനക്കറിയാലോ. ഓക്കെ, ഇതൊക്കെ ആർക്ക് വേണ്ടിട്ടാ? 10 കാശുണ്ടാക്കും, എന്നിട്ട് ആശാന്റെ മുമ്പിൽ ചെന്ന് ധൈര്യമായിട്ട് ചോദിക്കണം, മര്യാദക്ക് നിങ്ങളുടെ മോളെ എനിക്ക് കെട്ടിച്ചേരുന്നുണ്ടോ? അതോ ആവേശം മൂക്കണു. ആവേശം ഉത്സവമേ കണ്ടല്ലോ. അപ്പോഴേക്കും തുടങ്ങിയില്ലേ ഉത്സാഹം. നീ എന്താടാ സവാള കണ്ടുപിടിക്കാൻ? ഉള്ളി അരിഞ്ഞിട്ട് തക്കാളി അരിഞ്ഞപ്പോ ആശാനൊന്നും കൊണ്ടാത്തെ. അയ്യോ, മൂർധാവിന്റെ ഉള്ളിൽ നിന്ന് 10,000 ചെണ്ട ഒന്നിച്ചു മുറുകുമ്പോഴുള്ള ഒരു മൂളക്കം. അതെന്താണ് ആശാനെ? ഇത് മറ്റവരല്ല, തറവാടിയാ. ചവിട്ടുകുത്തൊന്നുമില്ല, പാൽപ്പായസം പോലെ ഉണ്ടല്ലേ ആശാനെ? എന്റെ ആശാന്റെ മനസ്സ് നിറഞ്ഞല്ലോ, എനിക്ക് അത് മതി. പോണ്ടേ വീട്ടിലേക്ക്? ഈ മേടസൂര്യനെയും വലം വെച്ച് ഈ സൗരയൂഥത്തിൽ ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുക. ഒരു ഭാവി പാതാളത്തിലേക്ക് ഞാനില്ല. അത് പറയരുത്. നീ വീട്ടിൽ പോണം. ഗുരുനാഥനേക്കാൾ വലുത് കുടുംബാണ്, അത് മറക്കരുത്. അനുസരണക്കേട് കാട്ടിയ പഴയ പുളിമുട്ടി ഇരിപ്പുണ്ട് ഇവിടെ. ചന്തിക്കിട്ട് പെരുക്കി ഞാൻ. അല്ല, നമ്മുടെ കോഴി പോയി കൂടി തള്ളിയിട്ട് നീ പിണങ്ങി പോവാണോ? എന്റെ ഗുരുനാഥനോട് ഞാൻ പിണങ്ങില്ല. ഞാൻ വണ്ടി എടുക്കാം. വേണ്ട, ഞാൻ നടന്നു. വണ്ടി പുഴക്കരെ വീട്ടിലിട്ട ഗുരുനാഥൻ ഒരു സാധനം എടുക്കാൻ മറന്നിട്ടാ. കിടക്കുന്ന സാധനം തന്നെയാ. അതവിടെ കിടന്നു. രാവിലെ വെള്ളം കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ ആശാനെ കൂട്ടിലായി അതവിടെ വെച്ചിട്ട് പോണോ? മതിയാവില്ല. ആരാണോ ചോദിച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞാനാ കുഞ്ഞിരാമേട്ട. പേടിച്ചു പോയ എന്റെ കുട്ടിയെ. എനിക്ക് ആർട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ കുട്ടിയാർന്നു. അതേതായാലും നന്നായി. എന്താ ഇവിടത്തെ വലിയ പൊതുവാളിന്റെ ഹാല്? വെടികൊണ്ട നരിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു ഇത്രയും നേരം. തൽക്കാലം പിടി കൊടുക്കണ്ട. അമ്മ ഉറങ്ങിയോ? ഒരച്ച പതിപോലെ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തോളോ പറഞ്ഞു.
എന്നാ കുഞ്ഞിയാമട്ടം കൊടന്നോളൂ. ഓ അപ്പുറത്തേക്ക് വാ. പറ്റിട്ടുണ്ട് നിനക്ക്. അമ്മേ മൂകാംബികയെ രക്ഷിക്കണേ. എവിടെയായിരുന്നടാ നീ? എത്ര ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ട്? തിരക്കായിരുന്നു മൂകാംബിക. എനിക്ക് മട്ടന്നൂര്, ഓ, പതുക്കെ, പതുക്കെ. അച്ഛൻ. മട്ടന്നൂര്, കാറൽമണ്ണ, മഞ്ചേരി, തിരുനാവായ, മലമക്കാവ്, എങ്ങും പ്രളയങ്ങളുടെ പൂരമല്ലേ, പൂരപ്രളയം. നിന്റെ ഒടുക്കത്തെ പൂരം ഭ്രാന്തന്റെ മാതിരി ആയിരിക്കണം. നീ വല്ലതും കഴിച്ചോ? എത്ര കഴിച്ചാലും എന്റെ അമ്മ മൂകാംബികയുടെ കയ്യിൽ നിന്ന് ഒരുപിടി പ്രസാദം വാങ്ങിക്കാൻ പുണ്യം വേറെ എവിടെ കിട്ടും? കൈ കഴുകിയിട്ടിരിക്കടാ എന്റെ കള്ള. ആ, വസുന്ധരെ വിളിക്കട്ടെ? വേണ്ട വേണ്ട, അച്ഛനറിയണ്ട, കഥ അടയ്ക്കാം. എന്താടാ ഇത്? അച്ഛനോടല്ലേ? കൈ കുടുങ്ങിപ്പോയി. ഇവിടത്തെ വലിയ പൊതുവാളിന് ഹാലിളകിയിരിക്കുകയാണെന്ന് കേട്ടു. പിന്നുണ്ടാവില്ലേ നിന്നെ പോലെ ഒരു പോക്കറി വീട്ടിലുണ്ട്? അച്ഛന് വട്ടണമേ, വട്ട്. എനിക്ക് വട്ട. എവിടെയായിരുന്നു നെല്ലിക്കാത്തളം വെക്കാൻ നേരത്ത് നീയാ? എഴുന്നേൽക്കണം, പിശാചിന്റെ മോൻ. മതി കഴിച്ചത്. തല്ലണ്ട കാലത്ത് ഇവനെ ഞാൻ തല്ലിയില്ല, അതാ ഇത്ര കഴിച്ചു പോയത്. നിനക്ക് നൊന്തോ? പൂരപ്പറമ്പെന്നും കള്ള് ഷാപ്പെന്നും ഒക്കെ ഞെരിവട്ടം കിട്ടുന്ന ശരീരമായത്. ഈ പൂച്ചയെ തലണ വടി കൊണ്ട് ചൊറിഞ്ഞ എനിക്ക് എന്താ കാരാമേ? അച്ഛൻ തന്നതിന്റെ ബാക്കി എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതിന് മുമ്പ് പലതും കഴിച്ച് കിടക്കാൻ നോക്ക്. ചോറുളമ്പ് ഭൈരതി, ഏ? ചോറുളമ്പ്. ആഹാ. ഏത് ഗന്ധർവനെയാടി നീ കാത്തു നിൽക്കണേ? ഞാൻ ദേവേട്ടൻ താഴെ വന്നു അറിഞ്ഞപ്പോ എന്താ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ദേവേട്ടൻ, ഞാൻ എനിക്കൊന്ന് ഉറങ്ങണം. കരച്ചിലും വീഴ്ചലും നടത്താനുള്ളവർക്ക് പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി പോവാ. എന്തിനാ ദേവേട്ട എന്നോട് ഇങ്ങനെയൊക്കെ? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ദേവേട്ടനോട് ചെയ്തത്? സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കാം, അപ്പൊ മനസ്സിലാവും. ഇതുവരെ ഒരു ഇഷ്ടത്തിന് എതിര് നിന്നിട്ടില്ല ഞാൻ. എല്ലാവരും ചുറ്റും കൂടി നിന്ന് ശപിക്കുമ്പോ നാമം ജപിച്ചിട്ടേ ഉള്ളൂ. ഈ കാലിൽ ഒരു മുള്ളു കുത്തരുതെന്ന്, ഈ മൂർധാവിൽ ഒരു മഴത്തുള്ളി വീണ് പൊള്ളരുതെന്ന്. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി ജപിക്കാനും തപസ്സരിക്കാനും ഒക്കെ? ആരുടെയും തപോബലത്തിൽ ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ജന്മം തന്ന മഹാനടക്കം കൂട്ടുന്നത് കരിങ്കലിൽ ഉടച്ച നാളികേരം പോലെ ആക്കിയില്ലേ എന്റെ ജീവിതം. അങ്ങനെയൊന്നും പറയല്ലേ. ഇതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തി എനിക്കില്ല. ഇല്ലെങ്കിൽ ഇറങ്ങി പോവാ. ഇത്രയും കാലം ഈ വെറും നിലത്ത് പായ വരിച്ച് കിടന്നതിന്റെ നഷ്ടപരിഹാരം എത്രയാന്ന് ചോദിച്ചാൽ അത് തരാം. ദേവേട്ടാ, നെഞ്ചു പൊള്ളിപ്പോണ ഓർക്കാനൊന്നും പറയല്ല ദേവേട്ടാ. തീത്തുള്ളി വീണാൽ പൊള്ളാത്ത മനസ്സല്ലേ എന്റേത്, അറിയോ നിനക്ക്? നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റാത്ത കാലം മുതൽക്കേ മനസ്സിൽ കൊണ്ടുനടന്നൊരു സ്വപ്ന അത്. തറവാട്ട് മഹിമയും ജാതി പൊലയാട്ടും പറഞ്ഞ് എന്നിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തില്ലേ എല്ലാരും കൂടെ അതിനെ? എന്തിന്? പല്ലാവൂർ പടിപ്പുറയിലെ ഒരു സവർണനെ സ്നേഹിച്ചു പോയ കുറ്റത്തിന്. 6 അടി മണ്ണിലേക്ക് മടങ്ങിപ്പോയ തുമ്പപ്പൂവിന് പകരം വെക്കാൻ ഈ പല്ലാവൂർ ദേവനാരായണന്റെ ജന്മത്തിൽ ഇനി ആരുമില്ല, നീ അടക്കം. ഒന്ന് നിക്ക, പകൽ വിളിച്ചിട്ടില്ല, തിരുമുഖം ഒന്ന് കണ്ടോട്ടെ. പല്ലാവൂർ ദേവനാരായണ പുതുവാൾ എങ്ങോട്ടാണാവോ? വെറുതെ പുറത്തേക്ക് ഇറങ്ങാന്ന് വെച്ചു. അരക്കില്ലത്തിലേക്കാവും. അവിടെയാണല്ലോ സർവ്വതോന്യാസങ്ങളുടെ ആസ്ഥാന കേന്ദ്രം. വിൽക്കാൻ പോവുക ഞാനത് ഏതെങ്കിലും ഇറച്ചിവെട്ടുകാർക്ക് കിട്ടണ കാശിന്. പിന്നെ അവിടെ നിന്റെ കൂത്താട് നടക്കുന്നത് എങ്ങനെയാണെന്ന് കാണാലോ. ഇന്നൊരു വിശേഷം ഉണ്ട് ഇവിടെ, അറിയോ നിനക്ക്? എങ്ങനെ അറിയാനാ? ശരീരം ഭൂമിയിലും ആത്മാവ് പരലോകത്തായിട്ടല്ലേ സഞ്ചാരം. പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാൾക്ക്
ഇന്ന് 60 വയസ്സ് തികയാ. അതായത് നിന്റെ മഹാഭാവിയായ തന്തയ്ക്ക്. വിശേഷിച്ചാരോടും പറഞ്ഞിട്ടില്ല. ഉച്ചയ്ക്ക് ഉണ്ണാൻ നീ ഉണ്ടാവണം, മറക്കരുത്. ഒരാഗ്രഹം. ഒന്ന് നിൽക്കൂ. വേണ്ട. എഞ്ചിനീയർ എസ്റ്റിമേറ്റ് തന്നു 10 ലക്ഷം ഉറുപ്പ്യാവുന്നാ പറയണത്. എവിടുന്ന് പിരിച്ചുണ്ടാക്കും ഇത്രയും തുക? ആവുന്നിടത്തോളം പിരിക്ക. പിന്നെ സാംസ്കാരിക വകുപ്പിന്റെ സഹായം എന്തെങ്കിലും തേടാം. സാംസ്കാരിക വകുപ്പിന്റെ പിച്ചത്തട്ടിൽ കൈയിട്ട് വരണ്ട. വല്ലാവൂർ ഗ്രാമത്തിലൊരു കലാക്ഷേത്രം ഉണ്ടാക്കാൻ മനസ്സറിഞ്ഞ് തരുന്നവരുണ്ടെ തരട്ടെ, അത് മതി. ഇല്ലെങ്കിൽ എന്റെ പേരിൽ 4-5 മണ്ണുണ്ടല്ലോ, അത് വിൽക്കും അത്ര തന്നെ. അച്യുതമാരെ, അറിയില്ലെങ്കിൽ നിങ്ങൾ അബദ്ധം പഠിപ്പിക്കരുത്. പഞ്ചാരിക്കൂറ് ഒരടിയും 2 വിരലും ചേർന്ന തിശ്ര നട, ചമ്പക്കൂറ് ഒരടിയും 4 വിരലും ചേർന്ന ഖണ്ഡനട. കുട്ടികളെ പിഴപ്പിക്കരുത്. എന്നാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ആയിക്കോട്ടെ. ആരാരെ മതി. കുട്ടികളൊക്കെ മറ്റന്നാൾ കഴിഞ്ഞ് വന്നോട്ടെ. എല്ലാവരും മറ്റന്നാൾ കഴിഞ്ഞ് വന്നോളൂ. പൊക്കോളൂ. പൊക്കോളൂ. പുറപ്പെട്ടോളൂ. ഇന്ന് എല്ലാവർക്കും ഊണ് പഠിപ്പരെന്ന്. ആ കുമാര, പോണ വഴിക്കൊരു മുണ്ട് ഷർട്ടും വാങ്ങണം അച്ഛന്. ശരി. ഈ സാമ്പാറും ചോറും പട്ടാപ്പകൽ എങ്ങനെയാ വെട്ടി വിഴുങ്ങന്റെ ദേവേട്ട? ഒരു 2 എണ്ണം പിടിപ്പിച്ചാലോ? മണക്കാണ്ടിരിക്കാൻ എന്റെ പുൽത്തയിലുണ്ടേ. വേണ്ട വാസുവേ, ഇന്നൊരു നല്ല ദിവസല്ലേ, നമുക്ക് വൈകുന്നേരം ആക്കാം. ഡേയ്, പുൽപ്പള്ളിക്കാരൻ സക്രിയ ഇങ്ങോട്ടിറങ്ങി കൊല്ലു ഞാൻ. എന്റെ മാതാവേ, ചെണ്ടപ്പോല് പിടിക്കുന്ന ആൾക്കെങ്ങനെ ഇത്ര കൈകരുത്? എന്നെ പോലെയുള്ളവന്റെ നെഞ്ചത്തിട്ട് കൊട്ടാൻ കളരിയും മെയ്യഭ്യാസം ഒക്കെ ഉണ്ട് ദേവനാരായണന്റെ കയ്യില്. അറിയോ നിനക്ക്? എവിടായിരുന്നു അത്രയും കലരി? എന്റെ ദേവേട്ട ഒന്നും പറയണ്ട, ഒരു കലക്കത്തിൽ പെട്ടുപോയി. പിന്നെ മസനഗുടി ബെസ്റ്റ് മാനർച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ബാഗർ ഇന്ന് പറ്റില്ല. ഇന്ന് അച്ഛന് ഷഷ്ടി പൂർത്തി വീട്ടിൽ പോകണം. അത് പറ്റില്ല. ഷഷ്ടിപൂർത്തിയും പള്ളി പെരുന്നാളൊക്കെ പെണ്ണുങ്ങൾക്കും കിളമാർക്കും ശരിയാവില്ല. ശരിയാവില്ല സക്രിയ. ഞാനില്ല. വരുന്നേരം ഞാൻ അറിയിക്കാം. കളഞ്ഞല്ലോടാ. ദേവേട്ടനെ നശിപ്പിക്കാനായിട്ട് ഓരോ കണ്ടാമൃഗങ്ങൾ ഇറങ്ങിക്കോളും. അച്ഛാ, വണ്ടി വെയിറ്റ് ചെയ്യാൻ പറയണം. വേണ്ട, മടക്കം ബസ്സിലാക്കാം. എന്തിനാ ഇല്ലാത്ത കാശ് കളയണേ? ശരി. മോളെ വസന്തരെ, അച്ഛനും അമ്മയൊക്കെ എത്തിയിരിക്കണോ? മോള് കാത്തിരിക്കയായിരുന്നു. കുടിക്കാൻ എന്താ? ഇപ്പോഴൊന്നും വേണ്ട മോളെ, എന്നാലോ കാര്യായിട്ട്. രാവുണ്ണിയാർക്കറിയോ? മാന്നിന്ന് വരുന്ന നമ്മുടെ വസന്തരയുടെ വീട്ടിൽ നിന്ന് ശങ്കര പൊതുവാള്. ശ്രീമതി അമ്മേ, ഇവിടെ അങ്ങനെ ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പണ്ടാരോ പറഞ്ഞതുപോലെ അടിച്ചു വാരിയിട്ട മുറ്റം വെടിപ്പുകേടാക്കാൻ ഒരു പൈതലിനെ തരണേന്ന്. മൂത്തരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മുടെ കുട്ടികള്. ഒക്കെ തന്നോളും ഗുരുവായൂരപ്പൻ. ആ കള്ളത്തി, നീ ഒളിച്ചു വെക്കൊന്നും വേണ്ട. അറിഞ്ഞു ഞാൻ. ദേശമംഗലത്തുനിന്ന് നിനക്ക് വന്ന ആലോചന. എന്തേ, ആളെ ഇഷ്ടായില്ലേ നിനക്ക്? കരച്ചിട്ട പൊക്കവും ഇല്ല, നിറവും പൊക്കവും ഒന്നുമല്ല എന്റെ കുട്ടിയെ കാര്യം. സ്വഭാവ ഗുണ അതുണ്ടെങ്കിൽ മനസ്സമാധാനം താനേ വന്നോളും. ദൈവത്തിനോട് അതിന് മാത്രം പ്രാർത്ഥിക്കുക. ഇവിടത്തെ കാര്യം എങ്ങനെയുണ്ട്? കൊടിയുണ്ടോ പണ്ടത്തെ പോലെ? ഏയ്, അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. പിന്നെ ആണുങ്ങളായാല് ഇത്തിരി അതൊക്കെ ഉണ്ടാവൂലോ. ഓരോ കഥകൾ അവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് ദേവേട്ടിനെ പറ്റി. കുടിച്ചൊടുതന് പോലും ഇല്ലാണ്ടെന്ന് തായമ്പോ പൊട്ടിന്നോ കല്ലുണ്ടാക്കിന്നൊക്കെ. അതൊക്കെ മനസ്സിൽ കന്മഷമുള്ളവര് പറഞ്ഞുണ്ടാക്കണ കഥകളാ മോളെ, വിശ്വസിക്കണ്ട. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ദൈവ ദേവേട്ടൻ.
ഇറച്ചിയിൽ നല്ലോണം എരിവ് കയറണം, അല്ലെങ്കിൽ ദേവേട്ടൻ കഴിക്കാൻ. അതെനിക്കറിയാൻ മേലായോ. ഒരു കാര്യം ചോദിച്ചാ ഉള്ളത് പറയും. അവനെ സൂപ്പിച്ചിട്ട് നിനക്കെന്നതാ കാര്യം? പുൽപ്പള്ളി പെരുന്നാളിന് തായമ്പ് പൊട്ടിക്കാൻ. ഈ മാണിച്ചാൻ ഒരു മണ്ടനാ. തായമ്പക്കാരനാന്ന് വെച്ചാൽ അങ്ങനെ എഴുതത്തള്ളിയൊന്നും വേണ്ട മാണിച്ചാൻ അയാളെ. നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മുട്ടില്ലാതെ നടന്നു വന്ന അയാളുടെ പേര് ഉപയോഗിച്ചിട്ടാ. അങ്ങോട്ട് മാറും. നല്ല മാലാഹമാരെ പോലുള്ള പെമ്പിള്ളാരില്ലേ പുള്ളിയുടെ പരിധിയിൽ? അത്തരം സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ലെന്നാണല്ലോ കേട്ടത്. എന്റെ പിലിപ്പോസെ അയാൾക്കില്ല, പക്ഷെ നമുക്കുണ്ടല്ലോ. ഈ കലാകാരന്മാരെന്നൊക്കെ പറഞ്ഞാൽ വായിക്ക് കൊള്ളത്തില്ലെങ്കിലും അവന്മാരെ സൂചിപ്പിച്ചോണ്ട് നടന്നാ നമുക്കും വെട്ടാലോ നല്ല സ്വയം റബ്ബർ. വാചകം അടിക്കാൻ കൊള്ളാം. ഇവിടെ വന്നിട്ടൊന്ന് സൽക്കരിച്ചോ നീ ഞങ്ങളെ? മാണിച്ച ഒന്ന് ക്ഷമി, അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. പരീക്ഷണ ഏറ്റടോ സക്രിയ സകല ഒരു കുതിരൻ. ഞാൻ പോവാ. അയ്യോ, അപ്പൊ മാനർച്ച് മാനർച്ചി മൈലർച്ചി ഒന്നും വേണ്ട. ഇന്ന് അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാ, ഞാൻ പോണു. അല്ല. അതെ, ഒന്ന് വരൂ. ഊണ് വിളമ്പാം. വന്നില്ലല്ലോ. എല്ലാരും വിശന്നിരിക്കല്ലേ? ചക്കരപ്പുതുവാളെ, നമുക്ക് അങ്ങോട്ട് ഉണ്ണാം. അപ്പൊ ദേവൻ അവൻ എവിടെങ്കിലും പോയി പെട്ടിട്ടുണ്ടാവും. കല്യാണത്തിന് താലി കെട്ടണ നേരത്തെ മുങ്ങിയ ആളല്ലേ? തെരഞ്ഞു പിടിച്ച കല്ല് ഷാപ്പിന്ന് പൊക്കിയെടുത്തുകൊണ്ടൊന്നല്ലേ ചടങ്ങ് നടത്തിയത്? ആ ജന്മശത്രുക്കളാ പുത്രന്മാരായി ജനിക്കാന്ന് പണ്ടാരോ പറഞ്ഞത് എന്റെ കാര്യത്തിൽ ഇപ്പൊ സത്യായി. വരിക, എല്ലാരും വരിക. മോനെ ഇപ്പൊ നമ്മളെ കണ്ട ആളുകൾ തെറ്റിദ്ധരിക്കോ കള്ളുകൂടിയന്മാരാണെന്ന്? അച്ഛനന്മാര് റോട്ടി കറന്നോണ്ട് അങ്ങനെ തെറ്ററിയാൻ വഴിയില്ല. ദേവത്തിൽ ധൈര്യമായിട്ട് കറന്നോ, ഞാൻ കൂടെ വെയിലോ തന്നിലാവോ മോനും വെള്ളം കിട്ടിയാ പറയേ. നമ്മള് കൊയ്യും വയലെല്ലാം നമ്മുടേതാകും ആരോടെ നിങ്ങളോടൊക്കെ ഇന്ന് പണിക്ക് വരാൻ? ഞാള് തമ്പ്ര. പേടിക്കണ്ട, ഇന്ന് പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ ഷഷ്ടിപൂർത്തിയാ. അതായത് നിങ്ങളുടെയൊക്കെ ജന്മിയായ വലിയ പൊതുവാളിന്റെ 60-ാം പിറന്നാൾ. അതറിയോ നിനക്ക്? വലിയ വലിയ കാര്യങ്ങൾ ഞാൾ എങ്ങനെ അറിയാൻ ചെറിയാൻ ഇപ്പൊ അറിഞ്ഞല്ലോ. അത് മതി. മാസേ, പല്ലാവൂർ ശ്രീകണ്ഠ പൊതുവാളിന്റെ പിറന്നാളിന് പാടത്തെ പണിക്കാർക്ക് എങ്കിലും അവധി കൊടുക്കണ്ടേ? അല്ല ലീവ് മാത്രല്ല കലാപരിപാടികളും വേണം. എല്ലാം കൂട്ടി അങ്ങോട്ട് കൊഴിപ്പിക്കാൻ എല്ലാരും വരിക. പോയി കള്ളുമായി എന്നിട്ട് എന്റെ പെണ്ണൊരു ടിക്കറ്റ് 2 ചവിട്ട് കൊടുക്കും. മുഴുവൻ തീർക്കാൻ നീ കള്ളു കുടിക്കാം. കുറുമ്പിയമ്മേ, തീർന്നല്ലോ എന്റെ കാശ്. ഇരിക്കട്ടെ കുറുമ്പിയമ്മയ്ക്ക്. വേണ്ട ചെറിയമ്പ്ര, അങ്ങനെ പറയരുത്. പണ്ട് കുട്ടിക്കാലത്ത് അമ്മയുടെ മുണ്ടും തുമ്പും പിടിച്ച് ഞാൻ ഇവിടെ വരുമ്പോ എനിക്ക് ഒരുപാട് പാട്ട് പാടി തന്നിട്ടുണ്ട് കുറുമ്പിയമ്മല്ലേ. ഓർമ്മ ഉണ്ടോ കുറുമ്പിയമ്മയ്ക്ക് ആ പാട്ട്? കുറുമ്പയ്ക്ക് പാടാൻ തവല കിട്ടാനൊക്കെ വേണോ? ഒന്ന് പാടന്റെ മുത്ത് കുറുമ്പിയമ്മല്ലേ. ഓർമ്മ വരുന്നില്ല അമ്പ്രാൻകുട്ടി. എന്റെ അമ്പ്രാൻകുട്ടി ഒന്ന് പാടിയേ, കുറുമ്പിയമ്മ ഒന്ന് കേക്കട്ടെ. ഇപ്പൊ ഞാൻ പാടിയേ ശരിയല്ല. പാടമ്പ്രാൻകുട്ടി, ശരിയാവും.